ഇംഗ്ലീഷ് ടെസ്റ്റിലെ ഫസ്റ്റ് ലെസണാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. ലെസൻ്റെ പേര് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. ഇതിൻ്റെ ഓഥർ റസ്കിൻ ബോണ്ടാണ്. റസ്കിൻ ബോണ്ടിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. റസ്കിൻ ബോണ്ട്, born on 19th May 1934, is an Indian author of British descent. റസ്കിൻ ബോണ്ട് 19th May 1934 ജനിച്ചത്. അദ്ദേഹം ഒരു ഇന്ത്യൻ ഓഥറാണ്. ഹിസ് ഫാദർ വാസ് ആൻ ഓഫീസർ അറ്റ് റോയൽ എയർഫോഴ്സ്. അദ്ദേഹത്തിൻ്റെ ഫാദർ റോയൽ എയർഫോഴ്സിലെ ഒരു ഓഫീസറായിരുന്നു. ഹി റോട്ട് ഹിസ് ഫസ്റ്റ് നോവൽ ദ റൂം ഓൺ ദ റൂഫ് അറ്റ് ദ ഏജ് ഓഫ് 17. 17-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ എഴുതി. അതിൻ്റെ പേര് ദ റൂം ഓൺ ദ റൂഫ് ആയിരുന്നു. ഇറ്റ് ഗോൺ ജോൺ ലോവ്ലിൻ റൈസ് പ്രൈസ് ഇൻ 1957. അതിൽ അദ്ദേഹത്തിന് 1957 പ്രൈസ് കിട്ടുകയും ചെയ്തു. ഹിസ് ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് വാസ് ദ ആംഗ്രി റിവർ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ചിൽഡ്രൻസ് ബുക്ക് ആംഗ്രി റിവർ ആയിരുന്നു. In 1992, he received the Sahitya Akademi Award for his short story collections Our Trees Still Grow in Dehra. അദ്ദേഹത്തിന് 1992 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറി കളക്ഷനായ അവർ ട്രീസ് സ്റ്റിൽ ഗ്രോ ഇൻ ഡെഹ്റ, അതിനാണ് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഹി വാസ് അവാർഡഡ് ദ പത്മശ്രീ ഇൻ 1999 ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻസ് ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ. ചിൽഡ്രൻസ് ലിറ്ററേച്ചറിൻ്റെ കോൺട്രിബ്യൂഷനിൽ 1999 റസ്കിൻ ബോണ്ടിന് പത്മശ്രീ അവാർഡ് ലഭിക്കുകയും ചെയ്തു. ഹി ഗോട്ട് ദ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ഇൻ 2017. റസ്കിൻ ബോണ്ടിന് 2017 ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചു. ഹി നൗ ലിവ്സ് വിത്ത് ഹിസ് അഡോപ്റ്റഡ് ഫാമിലി ഇൻ ലാൻഡോർ നിയർ മുസോറി. അപ്പോൾ മുസോറിക്ക് അടുത്തുള്ള ലാൻഡോറിലാണ് അദ്ദേഹം തൻ്റെ അഡോപ്റ്റഡ് ഫാമിലിയുമായി ഇപ്പോഴും ലീവ് ചെയ്യുന്നത്. ലെസൻ്റെ പേര് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ. ഇത് അദ്ദേഹത്തിൻ്റെ റസ്കിൻ ബോണ്ടിൻ്റെ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഒരു ബോയ് ആയിരുന്ന ടൈമിൽ അദ്ദേഹം നേച്ചറുമായിട്ട് വളരെയധികം കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നേച്ചറുമായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അദ്ദേഹം ഈ ലെസണിൽ പറയുന്നത്. ഇൻ ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി ഹി ഡിസ്ക്രൈബ്സ് 2 മേജർ ഇവൻറ്റ്സ് ദാറ്റ് ടുക്ക് പ്ലേസ് ഇൻ ആൻഡ് അറൗണ്ട് ഓൺ ഓൾഡ് ബനിയൻ ട്രീ. അപ്പോൾ ഓൾഡ് ബനിയൻ ട്രീയിൽ നടന്ന 2 മേജർ ഇവൻറ്റ്സിനെ കുറിച്ചാണ് അദ്ദേഹം ഈ ലെസണിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദ റൈറ്റർ വാണ്ട്സ് us to be friendly with nature. അപ്പോൾ റൈറ്ററിന് നമ്മളെ കൂടി ആ നേച്ചറുമായിട്ട്, ഇപ്പോൾ നേച്ചറിലെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കൂടി മനസ്സിലാക്കി തരിക, നമ്മളെ കൂടി ആ നേച്ചറിൻ്റെ ഒരു ഭാഗമാക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഈ ലെസണിലൂടെ അതാണ് ചെയ്യുന്നത്. അപ്പോൾ നേച്ചറുമായിട്ടുള്ള അദ്ദേഹത്തിനൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ 2 മേജർ ഇവൻറ്റ്സ് ആണ് ഈ ലെസണിലൂടെ അദ്ദേഹം നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ആ ലെസണിലേക്ക് കടക്കാം. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather, at the age of 65, could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess Desmond, an English woman who lived in the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than the grandfather, as old as the town of Dehra, nestling in a valley at the foot of the Himalayas. നമുക്ക് ലെസണിലേക്ക് നോക്കാം. ലെസൻ്റെ മീനിങ് നോക്കാം. Though the house and grounds of our home in India were grandfather's domain. Though എന്നിട്ടും the house and grounds of our home in India. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഹൗസും വീടും ഗ്രൗണ്ട്സും ആ ചുറ്റുപാടും, അത് മീൻസ് പറമ്പും, ആ വീടും പറമ്പുമെല്ലാം വേർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമെയിൻസ് മീൻസ് എന്താ, ആധിപത്യം പുലർത്തുക.
എന്താണ് ആധിപത്യം പുലർത്തുക, ആധിപത്യം സ്ഥാപിക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വീടും പറമ്പും ഗ്രാൻഡ് ഫാദറിൻ്റെ ആധിപത്യത്തിലായിരുന്നുവെങ്കിലും ദ മാഗ്നിഫിക്കൻ ഓൾഡ് ബനിയൻ ട്രീ വാസ് മൈൻ. അവിടെ ഒരു ഓൾഡ് ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീടിനോട് ചേർന്ന് ആ ഗ്രൗണ്ടിൽ, ആ പറമ്പിലൊരു ഓൾഡ് ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. ആ ബനിയൻ ട്രീ എൻ്റേത് മാത്രമായിരുന്നു. ബിക്കോസ് അങ്ങനെ പറയാൻ കാരണം ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65 കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ 65 ഏജുള്ള ഒരു ഓൾഡ് മാനാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഈ ബനിയൻ ട്രീയിലേക്ക് കയറാൻ സാധിക്കില്ല. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടീസ് ഹിം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഗ്രാൻഡ് ഫാദറിന് ഈ ഓൾഡ് ബനിയൻ ട്രീയിലേക്ക് കയറാൻ സാധിക്കാത്തത് കൊണ്ട് അത് എൻ്റെ മാത്രമായിരുന്നു, എൻ്റെ സ്വർഗമായിരുന്നു, എൻ്റേത് മാത്രമായിരുന്നു. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടീസ് ഹിം അബൌട്ട് ദിസ്. അപ്പോൾ ഈ ഗ്രാൻഡ് ഫാദറിന് ഈ ബനിയൻ ട്രീയിലേക്ക് കയറാൻ സാധിക്കില്ല. അപ്പോൾ സാധിക്കാത്തത് കൊണ്ട് അതിൻ്റെ പിന്നിലൊരു കാര്യമുണ്ട്. ഈ ഗ്രാൻഡ് ഫാദറിനെ എന്താ ടീസ് ചെയ്യുമായിരുന്നു. ടീസിങ് മീൻസ് കളിയാക്കുക, പരിഹസിക്കുക. അപ്പോൾ അദ്ദേഹത്തെ കളിയാക്കുമായിരുന്നു ഗ്രാൻഡ്മ. കാരണം ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൈൻ കൗണ്ടസ് ഡെസ്മണ്ട്. അതായത് 117 വയസ്സ് വരെ മാത്രം ജീവിച്ച ഒരു ഇംഗ്ലീഷ് വുമണാണ് കൗണ്ടസ് ഡെസ്മണ്ട്. ഒരു പ്രൊഫുവിൻ്റെ വൈഫാണ്, പ്രൊഫിയാണ്. അപ്പോൾ ഈ കൗണ്ടസ് ഡെസ്മണ്ട് ആൻഡ് ഇംഗ്ലീഷ് വുമൺ ഹൂ ലീവ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 117, 117 വയസ്സ് മാത്രം വരെ ജീവിക്കാൻ സാധിച്ചിരുന്ന ഈ കൗണ്ടസ് ഡെസ്മണ്ട് ആൻഡ് വുഡ് ഹാവ് ലീവ്ഡ് ടുഗദർ ലോങ്ങർ ഇഫ് ഷീ ഹാഡൻറ്റ് ഫോളൺ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. അപ്പോൾ അതുവരെ മാത്രമേ ഈ വുമൺ ജീവിച്ചിരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. കാരണം ഈ വുമൺ ഒരു ആപ്പിൾ ട്രീയിൽ, അതായത് അറ്റ് ദ ഏജ് ഓഫ് 117 ഈ വുമൺ എന്ത് ചെയ്തു, ഒരു ആപ്പിൾ ട്രീയിൽ കയറി ക്ലൈംബ് ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ വുമൺ എന്താ പറ്റിയത്, ആപ്പിൾ ട്രീയിൽ നിന്നും താഴേക്ക് വീഴുകയും അവർ മരണമടയുകയും ആവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്രാൻഡ് ഫാദറിനെ ഗ്രാൻഡ്മ എന്താ കളിയാക്കുന്നത്. കാരണം ഗ്രാൻഡ് ഫാദർ നമ്മൾ പറഞ്ഞു 65 ഏജ് ആയിട്ടുള്ളൂ. അപ്പോൾ 65 ഏജായ ഗ്രാൻഡ് ഫാദർ ഈ ആപ്പിൾ ട്രീ, ഈ മരത്തിൽ ബാനിയൻ ട്രീയിലൊക്കെ ചെന്ന് കയറി അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുമെങ്കിലോ എന്നുള്ള കളിയാക്കലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദറും ആ ഒരു കഥയ്ക്ക് അറിയാവുന്നത് കൊണ്ട് ബാനിയൻ ട്രീയിലേക്ക് കയറാൻ മടിച്ചിരുന്നു. And would have lived longer if she hadn't fallen while climbing an apple tree. ഇപ്പോൾ കൗണ്ടസ് ഡെസ്മണ്ട് 117 ഏജിൽ ആപ്പിൾ ട്രീയിൽ കയറിയില്ലായിരുന്നുവെങ്കിൽ ഇന്നും ജീവനോട് ഉണ്ടാകുമായിരുന്നേനെ. അതൊരു അതിശയോക്തിയാണ്. എന്നാലും കുറച്ച് കാലം കൂടിയെങ്കിലും മുന്നോട്ട് ജീവിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഗ്രാൻഡ് ഫാദറിന് ഒരു പേടി. അതുകൊണ്ടാണ് ബാനിയൻ ട്രീയിലേക്ക് ഗ്രാൻഡ് ഫാദർ കയറാതിരുന്നത്. അതുകൊണ്ട് ഈ ബോയ്ക്ക് ഈ ബാനിയൻ ട്രീ അവൻ്റേത് മാത്രമായിരുന്നു. The spreading branches of the banyan tree which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The spreading branches of the banyan tree. ഈ ബാനിയൻ ട്രീ ഒരുപാട് ഓൾഡാണ്, പഴക്കമുള്ളതാണ്. അപ്പോൾ ഒരുപാട് സ്പ്രെഡായിട്ടുള്ള ബ്രാഞ്ചസ്, വളരെ വിശാലമായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ധാരാളം ബ്രാഞ്ചസ് ഉണ്ട് ബാനിയൻ ട്രീക്ക്. വിച്ച് കർവ് ടു ദ ഗ്രൗണ്ട്. ഇതിൻ്റെ ഈ ബാനിയൻ ട്രീയുടെ ബ്രാഞ്ചസ് എന്താ ചെയ്തിരിക്കുന്നത്, കർവ് ടു ദ ഗ്രൗണ്ട്, ഈ മണ്ണിലേക്ക് വളഞ്ഞ് നിൽക്കുകയാണ്. ടു ആൻഡ് റൂട്ട് അഗൈൻ, ഈ മണ്ണിലേക്ക് വളഞ്ഞ് അതിൻ്റെ വേര് മണ്ണിലേക്ക് ഉറപ്പിച്ച്, ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ്, ഒരു ആർച്ച് പോലെ ആയി നിൽക്കുന്നു. ഇറ്റ് ഗേവ് മീ എൻലെസ് പ്ലഷർ. ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ബാനിയൻ ട്രീ എങ്ങനെ ഈ മണ്ണിലേക്ക് വളഞ്ഞ് വേരുറപ്പിച്ച് ഒരു ആർച്ചിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് എന്താ തോന്നിയത്, ഗേവ് മീ എൻലെസ് പ്ലഷർ. എനിക്ക് എൻലെസ് പ്ലഷർ, എൻലെസ് മീൻസ് അന്തമില്ലാത്ത, അവസാനമില്ലാത്ത, അതായത് ഇവിടെ അതിരില്ലാത്ത സന്തോഷം. പ്ലഷർ മീൻസ് സന്തോഷം. എനിക്ക് അതിരില്ലാത്ത സന്തോഷം പ്രദാനം ചെയ്തിരുന്നു, എനിക്ക് തന്നിരുന്നു. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഇനി നമുക്ക് ബാനിയൻ ട്രീയുടെ പഴക്കത്തെക്കുറിച്ച് നോക്കാം. ഈ ബാനിയൻ ട്രീ ഓൾഡർ ദാൻ ദ ഹൗസ്, അത് വീടിനേക്കാളും
അത് നമ്മുടെ ഇന്ത്യയിലെ വീടിനേക്കാളും ഓൾഡറായിരുന്നു. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദർ, മുത്തച്ഛനേക്കാളും ഓൾഡറായിരുന്നു. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെഹ്റ, ഡെഹ്റ പട്ടണത്തെക്കാളും ഓൾഡായിരുന്നു. ഡെഹ്റ എന്ന് പറയുമ്പോൾ നെസ്ലിംഗ് ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദി ഹിമാലയാസ്, അതായത് ഹിമാലയൻ താഴ്വരയിലെ, ഇപ്പോൾ ഹിമാലയൻ താഴ്വരയിൽ സ്വസ്ഥമായി നിലനിന്നിരുന്ന ഒരു ടൗൺ ആണ് ഡെഹ്റ. അപ്പോൾ ഡെഹ്റയ്ക്ക് ഡെഹ്റയ്ക്ക് അങ്ങനെ ഒരു ഹിമാലയൻ ഫുഡിൽ കാണപ്പെടുന്ന ഡെഹ്റയ്ക്ക് നല്ല ഒരുപാട് ടൗൺ വന്നിട്ട് ഒരുപാട് കാലമായി, ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ അതിനേക്കാളും ഓൾഡാണ് ബാനിയൻ ട്രീ. ഇപ്പോൾ ബാനിയൻ ട്രീയെ കുറിച്ച് എന്താ പറഞ്ഞത്? ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. അപ്പോൾ ബാനിയൻ ട്രീ ആ ഹൗസിനേക്കാളും ഓൾഡറാണ്. ഓൾഡർ ദാൻ ഗ്രാൻഡ് ഫാദറിനേക്കാളും ഓൾഡാണ്. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെഹ്റ. അപ്പോൾ ടൗൺ ഓഫ് ഡെഹ്റ എന്ന് പറയുമ്പോൾ നെസ്റ്റിംഗ് ഇൻ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദി ഹിമാലയാസ്. ഇപ്പോൾ ഹിമാലയൻ താഴ്വരയിൽ വളരെ സ്വസ്ഥമായി നിൽക്കുന്ന ഡെഹ്റ ടൗണിനേക്കാളും ഗ്രാൻഡ് ഫാദറിനേക്കാളും ആ ഹൗസിനേക്കാളും ഓൾഡറാണ് നമ്മുടെ ബാനിയൻ ട്രീ.